വളരെ കാലത്തെ ഒരു സുഹൃത്ത്, ഒരു 58-60 വയസ്സ് പ്രായം കാണും. അദ്ദേഹത്തിന് ഒരു മകളും 3 ആൺമക്കളുമാണ് ഉള്ളത്. എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഒരു ദിവസം അവരുടെ മൂത്ത മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ മരണപ്പെട്ടു. ആയിക്കോട്ടെ, ഞാൻ എത്തിക്കോളാമെന്നും പറഞ്ഞു. എപ്പോഴാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദൂരത്തു നിന്നും അധികം ആരും വരാനൊന്നുമില്ല. മകളെ തൊട്ടടുത്ത് തന്നെയാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് അധികം വരാനൊന്നുമില്ല. ഒരു 10 മണിയാകുമ്പോൾ എടുക്കും രാവിലെ. ഞാൻ പോയി അവിടെ എത്തി. എല്ലാവരും കരച്ചിലാണ്, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. മൂത്ത മകൻ മാത്രം കരയുന്നില്ല. ആ കരച്ചിലൊന്നും ഇല്ലാതെ മൂത്ത ആളുകൾ നിൽക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ നല്ല കരച്ചിലും. കുളിപ്പിക്കാൻ ബോഡി എടുക്കുകയാണ്. ഞാനതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പൊതുവേ കുട്ടിക്കാലത്തെ ബോഡി കുളിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് ആ കാര്യത്തിൽ എൻ്റെ ഗുരുനാഥനായിരുന്നു. ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം മച്ചൂന്യൻ എന്ന് വിളിക്കുന്ന ഒരു മച്ചൂന്യൻ ചോയ്ക്കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അദ്ദേഹം കുളിപ്പിക്കാത്ത ബോഡി കുറവാണ് ഞങ്ങളുടെ പ്രദേശത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഞാനും ഉണ്ടാവാറുണ്ട്. അദ്ദേഹമാണ് ആ കുളിപ്പിക്കേണ്ട രീതികളൊക്കെ എനിക്ക് പഠിപ്പിച്ചത്. ഒരു നാണവും മാനവും ഇല്ലാതെ, ഒരു വൃത്തി ഒന്നുമില്ലാതെ വേണം നമുക്ക്. അറപ്പില്ലാതെ കുളിപ്പിക്കണം. ചില ആളുകൾ കിടന്ന് കയ്യും കാലും ഒക്കെ പൊട്ടി ഒലിച്ചതായിരിക്കാം. ഈ നവദ്വാരങ്ങളിലൂടെയാണ് ജീവൻ പുറത്തേക്ക് പോവുക. അതിലേതിലെങ്കിലും ഒന്നിലൂടെയാണ് പുറത്തേക്ക് പോവുക. അധികം ആളുകൾക്കും മലദ്വാരത്തിലൂടെയാണ് ജീവൻ പുറത്തേക്ക് പോവുക. അപ്പോൾ മലം പുറത്തേക്ക് വരും. അവിടെയൊക്കെ ശുദ്ധമാക്കി കഴുകണം. ഇതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. കുറേ കഴിഞ്ഞ് ബോഡി കുളിപ്പിക്കേണ്ട ശാസ്ത്രീയമായ രീതി എങ്ങനെയാണെന്ന് മറ്റൊരു ആചാര്യൻ്റെ അടുത്ത് നിന്ന് പഠിച്ചപ്പോൾ, എങ്ങനെയാണ് ആദ്യം എവിടെ എണ്ണ തേക്കണം, എവിടെ സോപ്പ് തേക്കണം, എവിടെ വെള്ളം ഒഴിക്കണം, എവിടെ തുടയ്ക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ, വെള്ളത്തെ എങ്ങനെ തീർത്ഥമാക്കണം, എന്നിട്ട് വേണം കുളിപ്പിക്കാൻ, ഇതൊക്കെ പിന്നീട് വേറൊരാളിൽ നിന്ന് പഠിച്ചു. പക്ഷേ എന്നാലും ഈ അറുപ്പ് ഇല്ലാതെ കുളിപ്പിക്കണമെന്ന് പഠിപ്പിച്ചെന്ന് മച്ചൂന്യൻ ചോയ്ക്കുട്ടിയേട്ടനാണ്. ഇദ്ദേഹത്തെ അതുപോലെ അവിടെ വെച്ച് ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു കുളിപ്പിക്കാനായിട്ട് എടുത്തു വെച്ചു. കുളിപ്പിക്കുകയൊക്കെ കഴിഞ്ഞു. ഉമ്മർക്ക് കൊണ്ടുപോയി കിടത്തി അരിയും പൂവും വെള്ളവും കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാവരും അതെല്ലാം കൊടുക്കുന്നു. കരച്ചിലും ബഹളവും തന്നെ. പക്ഷേ ഈ മൂത്ത മകൻ മാത്രം കരയുന്നില്ല. കൊടുത്തു. ശ്മശാനത്തിലേക്ക് ബോഡി എടുത്തു കൊണ്ടുപോയി. ശ്മശാനത്തിൽ കൊണ്ടുപോയി അഗ്നിക്ക് വെക്കുമ്പോൾ ആ അഗ്നി കൊളുത്തേണ്ടത് മൂത്ത മകന്. അവൻ അഗ്നി കൊളുത്തി. ഒരു ഭാവവ്യത്യാസമില്ല. ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാവരും എത്തി. ഇങ്ങോട്ട് പോന്നു. ഞാൻ അവനോട് യാത്ര പറഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവൻ ഒന്നൊരു കരച്ചിൽ പോലും ഇല്ലല്ലോ. വേണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഇവർക്ക് ആ തത്വം അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഒരു വർഷമായപ്പോൾ ആണ്ടുബലി തിരുനാവായ വെച്ച് നടക്കണം എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തിരുനാവായയിൽ പോവാൻ എന്നെ കൂടെ ക്ഷണിച്ചു. ആയിക്കോട്ടെ, വരാം. ഞങ്ങൾ പോയി തിരുനാവായയിൽ പോയി. അവിടെ പോയി ഒരു കർമ്മിയെ കണ്ടു. ആ കർമ്മിയിൽ നിന്ന് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ബലിയിട്ട് കഴിഞ്ഞ് ആ വെള്ളത്തിൽ തിരുനാവായയിലെ നദിയിലൊന്ന് മുങ്ങി എഴുന്നേറ്റവൻ അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടി. എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഇവൻ പൊട്ടി ആ കരഞ്ഞ കണ്ണുനീര് മുഴുവനും തിരുനാവായയിലെ ആ നദിയിൽ നവാമുകുന്ദൻ്റെ മുമ്പിൽ ആ കണ്ണുനീരങ്ങോട്ട് സമർപ്പിച്ച് തീർത്തു.
അപ്പോൾ ഒരു വർഷം കാത്തു നിന്നു ഇതൊന്ന് പൊട്ടി ഒഴുകി അതൊന്ന് എർത്താക്കിയെടുക്കാൻ. അച്ഛൻ മരിച്ച സങ്കടം തീർത്തത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. പറഞ്ഞു വരുന്നത് ഒരു വീട്ടമ്മയുടെ ക്ഷമയെക്കുറിച്ചാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം കാര്യം പറഞ്ഞത്. വീട്ടമ്മയുടെ ഭർത്താവ് ലേശം മദ്യപിക്കുന്ന ആളൊക്കെയാണ്. എപ്പോഴും വീട്ടമ്മയോട് വഴക്കാണ്. എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ വഴക്കാണ്. ഈ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ഈ വീട്ടമ്മയാവട്ടെ ഒരക്ഷരം അങ്ങോട്ട് പറയുകയുമില്ല. ഒന്നും വീട്ടമ്മ അങ്ങോട്ട് പറയില്ല. എല്ലാം കേട്ടിങ്ങനെ നിൽക്കും. കേട്ട് നിന്ന് കഴിഞ്ഞ് വീട്ടമ്മയ്ക്ക് 2 മക്കൾ, ആൺമക്കളുണ്ട്. കേട്ട് നിന്ന് കഴിഞ്ഞ് അടുക്കളയിൽ പോയി വാതിലങ്ങോട്ട് അടച്ച് അടുക്കളയിലെ ചുമരിനോട് ഇദ്ദേഹത്തോട് പറയാനുള്ള എല്ലാ മറുപടിയും ആ ചുമരിനോട് അങ്ങോട്ട് പറഞ്ഞു. അത് കുറേ നേരം ചുമരിനോട് അങ്ങോട്ട് പറഞ്ഞ് എർത്താക്കി മുഖമൊക്കെ കഴുകി പ്രസന്നവതിയായി നടന്നിട്ട് വരും. മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കാതെ അത് മുഴുവനും പുറത്തേക്ക് തള്ളിവിടുക. അങ്ങനെ അത് എർത്താവും. അങ്ങനെ എർത്താക്കിയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പം നല്ല ഹാപ്പി ആയിട്ട് വരും. നമുക്ക് ചിന്തിക്കേണ്ടത്, ഓരോ വീട്ടമ്മമാരും ചിന്തിക്കേണ്ടത്, ഈ വീട്ടമ്മ നമുക്കൊരു മാതൃകയല്ലേ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.